ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഈവനിങ് സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചോറാണ് കേട്ടോ. അപ്പോൾ ചോറ് വീട്ടിലില്ലാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മതിയെങ്കിൽ 1 കപ്പ് ചോറ് എടുത്താലും മതിയാവും. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ചോറ് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ്. ഒരു സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് ചോറെടുത്ത് ചെയ്യുന്നവർ ഒരു പകുതി സവാള എടുത്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്നാക്കിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് മുന്നേ ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ കേട്ടോ. അപ്പോൾ അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചേർത്ത് കൊടുത്താൽ പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല തിക്കായിട്ടല്ല കിട്ടേണ്ടത്, എന്നിട്ട് പറ്റ ലൂസിലും അല്ല കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാനുള്ളതാണിത്. അപ്പോൾ ആ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ അവിടെ കിടന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കയ്യിലെടുക്കണം കേട്ടോ. നമ്മൾ കറിയൊക്കെ എടുക്കുന്ന കയ്യിലില്ല, അതുപോലെ ഒരു കയ്യിലെടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലും കുറച്ച് ഓയിലാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മാവ് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബോളാക്കി എടുത്തിട്ട് നമ്മൾ ഈ കയ്യിലിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ലപോലെ പരത്തിയെടുക്കുന്നില്ല, ജസ്റ്റ് അത്യാവശ്യം ചെറിയൊരു കട്ടിക്ക് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു സ്റ്റൈലിൽ കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ല, വീഡിയോയിൽ വരാത്തത്, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ മിസ്സായത്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റൈലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. ചെറിയൊരു കട്ടി കാണുന്നില്ലേ, ഈ ഒരു കട്ടിക്കാണ് പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മാവ് മുഴുവനായിട്ടും ഇതുപോലെ പരത്തിയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ടിട്ട് അടുത്ത ഭാഗം വേവിച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പുറഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.